പ്രതിരോധ രംഗത്ത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള ഒരു നയമാണ്. ആ നയത്തിൻ്റെ ഫലമായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച് കമ്മീഷൻ ചെയ്ത ഒരു കപ്പലാണ് INS മാഹി എന്നുള്ള കപ്പൽ. ഈ കപ്പൽ ഒരു ചെറിയ കപ്പലാണ്, ഷാലോ വാട്ടേഴ്സിൽ മാത്രം പോകുന്നതാണ്. കോർവെറ്റ് എന്നാണ് അതിൻ്റെ സാങ്കേതിക ഭാഷ. കോർവെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കപ്പൽ, വാർഷിപ്പാണ്. പക്ഷേ ഇതൊരു ആൻറ്റി സബ്മറൈൻ ഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ അന്തർവാഹിനികളുടെ കടലിനടിയിൽ കൂടി വരുന്ന യുദ്ധ സാമഗ്രികളുടെ ആക്രമണമൊന്നും അതുകൊണ്ട് ഇതിനെ ടോർപിഡോ ചെയ്യാൻ പറ്റില്ലെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൽ അതേസമയം ഫ്ലൈറ്റുകൾ വന്ന് ലാൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉള്ള തരത്തിലുള്ള ഷിപ്പാണ്. ഈ ഷിപ്പ് മാത്രം ഇത് നിർമ്മിക്കുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്, സ്വകാര്യ സ്റ്റാർട്ടപ്പ് ഡിസൈൻ കമ്പനിയാണ്. ആ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് സ്മാർട്ട് എഞ്ചിനീയറിംഗ് അല്ലേ? സ്മാർട്ട് എഞ്ചിനീയറിംഗ് എന്നുള്ള കമ്പനിയാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള പേര് സ്മാർട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ സൊല്യൂഷൻസ് എന്നാണ് അതിൻ്റെ പേര്. സ്മാർട്ട് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിങ് സൊല്യൂഷൻസ് എന്നുള്ള കമ്പനിയാണ് അത് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ നിർമ്മാണ ചെലവ് എത്ര എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് ഇതുപോലെയുള്ള പല പ്രോജക്റ്റുകളും ഉൾപ്പെടെ ഏതാണ്ട് 20,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് തുർക്കിയുമായിട്ടാണ് കോൺട്രാക്റ്റ്. ഇത് കോൺട്രാക്റ്റും കൊടുക്കണം. പക്ഷേ ഇന്ത്യയും തുർക്കിയുമായിട്ടുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് ആ കപ്പൽ തുർക്കിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു. അത് പകരം ഇന്ത്യ ഗവൺമെൻറ് തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് ഈ നിർമ്മാണവുമായിട്ട് 20,000 കോടിയുടെ നിർമ്മാണവുമായിട്ട് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി, ഈ ഡിസൈൻ കമ്പനി പോവുകയാണ്. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനവുമാണ്. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ആരംഭത്തിൻ്റെ തുടക്കവുമാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ INS മാഹി പലതുകൊണ്ടും പ്രധാനമാണ്. ഇപ്പോൾ പത്രഭാഷ വളരെ കൃത്യമാണ്. അന്തർവാഹിനികളുടെ അന്തകൻ എന്നാണ് INS മാഹിയെ വിളിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ യുദ്ധരംഗത്ത് നാവികസേനയ്ക്ക് വലിയ മുതൽക്കൂട്ടായ ഒരു ഡിസൈനാണിത്. ചെറിയ കപ്പലാണ്, ഏത് ഊളിയിട്ട് ഏത് കടലിൻ്റെ അന്തരാളങ്ങളിലും പോകാൻ പറ്റും. ശത്രുക്കളുടെ കപ്പൽ എങ്ങനെ മുങ്ങി വന്നാലും തകർക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ട്, മാഹി എന്ന് പേരിട്ടതിനൊക്കെ ഒരു പഴയ ഒരു ബന്ധമുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഫ്രഞ്ചുകാരുടെ അധീനതയിലുണ്ടായിരുന്ന, എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ പോയിട്ടും മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമാണ് മാഹി. അതിൻ്റെ ഭാഗമാണ് മാഹി കേരളത്തിൻ്റെ ഭാഗമല്ലാതെ പിന്നീട് പോണ്ടിച്ചേരിയുടെ ഭാഗമായി തീർന്നത്. അപ്പോൾ മാഹി എന്ന് പേരിടുന്നതിനും പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഈ കപ്പലിൻ്റെ ഡിസൈനിനകത്ത് തന്നെ പറയുന്നുണ്ട് അവർ ആ പ്രദേശത്തിൻ്റെ, നമ്മുടെ ഈ വടക്കേ മലബാറിൻ്റെ ചില സവിശേഷ ഈ കലാരൂപങ്ങളുണ്ടല്ലോ, കളരിപ്പയറ്റ്, ഈ തച്ചോളിയോധേനന്മാരുടെ ഉറുമി, ആ സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ഉറുമിയാണ് ചിഹ്നം. അതൊക്കെ വളരെ സിംബോളിക്കാണ്, ചരിത്രപരമാണ്, സമ്മതിച്ചു. അതിനിടയ്ക്ക് ഇതിനെ സത്യത്തിൽ ഇപ്പോൾ ഇതാരാണ് നിർമ്മിച്ചത് എന്ന ചോദ്യമാണ് വളരെ പ്രധാനം. അതാണ് സാർ ഉന്നയിച്ചത്. ഇതിൻ്റെ യഥാർത്ഥ വാർത്ത, ഈ വാർത്ത സാധാരണ രീതിയിലിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി, ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി, ഇന്ത്യൻ പട്ടാളത്തിന് വേണ്ടി കപ്പൽ നിർമ്മിക്കാനുള്ള തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അവർ കപ്പൽ നിർമ്മിക്കുന്നത് സത്യത്തിൽ വാർത്തയല്ല. ഇന്ത്യക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് അപ്പോൾ കപ്പൽ നിർമ്മിച്ചു കൊടുക്കണം. ഇതിൻ്റെ വാർത്ത പക്ഷേ മറ്റു തരത്തിലാണ് ഇതിൻ്റെ പ്രാധാന്യം. ഒന്ന്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ സകലമാന പൊതുമേഖലാ സ്ഥാപനങ്ങളും, അത് നമ്മുടെ രാജ്യരക്ഷാ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കാരായ ശേഷിയുള്ള, കാര്യശേഷിയുള്ള, വിവരമുള്ള, ഭാവനയുള്ള ഈ വ്യക്തികൾക്ക്, ഇന്ത്യൻ പൗരന്മാർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ വാർത്ത. ചരിത്രത്തിലാദ്യമായി ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി കപ്പൽ നിർമ്മിച്ചു എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഹരിരാജൻ എന്നാണ് അയാളുടെ പേര്. ബേസ് ചെയ്തിട്ടുള്ള സിഇഒയുടെ പേര് ഹരിരാജ് പുളിയക്കോടൻ. ഹരിരാജ് പുളിയക്കോടൻ എന്നയാളുടെ പേരാണ്. അതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. രണ്ടാമത്തെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ആ കമ്പനി കപ്പൽ നിർമ്മാണ കമ്പനിയാണ്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും സ്വകാര്യ കപ്പൽ നിർമ്മാണക്കാർക്ക് വേണ്ടി കപ്പൽ നിർമ്മിക്കാനാണ് അവർ ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷേ ഒരു നിർണായകമായ ഘട്ടത്തിൽ അവരുടെ ചില ഓർഡർ, തുർക്കിക്കൊക്കെ ആയിട്ടുള്ള ചില ഓർഡർ കോൺട്രാക്ട് റദ്ദായി പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഗവൺമെന്റ് പകരം സംവിധാനം ഉണ്ടാക്കുകയാണ്. ഇന്ത്യക്കാരനായ ഒരു എന്റർപ്രണർക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ നീ തുർക്കിയെ വിട്ടേക്ക്,
ഞങ്ങൾ സഹായിക്കാം. ഇന്ത്യ നിന്റെ കപ്പൽ ഇന്ത്യ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഈ കപ്പൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിൽ പ്രാധാന്യമുള്ള ഇന്ത്യൻ പൗരന്മാരായ എന്റർപ്രണേഴ്സിനെ, ഇന്ത്യൻ പൗരന്മാരായ സ്റ്റാർട്ടപ്പ് ദാതാക്കളെ, ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള നിർമ്മാതാക്കളെ, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരായ ഓരോരുത്തർക്കും ആവേശം നൽകുന്ന ഒരു വാർത്ത കൂടി INS മാഹിക്കകത്തുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ കാര്യം. ഈ INS മാഹി എന്ന് പറയുന്ന കപ്പൽ മുംബൈയിലാണ് ഇത് നീറ്റിലിറക്കിയത്. ശരിക്കും പറയുന്നത് നീറ്റിലിറക്കിയത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഉപേന്ദ്ര ദ്വിവേദിയ. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നുള്ള കരസേനാ മേധാവി ഒരു നാവികസേനയുടെ കപ്പൽ നീറ്റിലിറക്കുന്നത് ഇത് ആദ്യമാണ്. അതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ വാർത്തകൾ പല രീതിയിലേക്ക് മാറി. കേരളത്തിൽ നിർമ്മിച്ച് എന്നിട്ട് അവിടേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അത്ര വലിയ ശ്രദ്ധ വരാതെ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കടലിന്റെ തീരപ്രദേശങ്ങളിലേക്ക് വന്നിട്ട് ഇത് ചെറിയ ഷിപ്പായതുകൊണ്ട് തന്നെ അതിലേക്കൂടെയുള്ള ശത്രുക്കളുടെ ആക്രമണത്തെ ഇതിന് കൃത്യമായിട്ട് തടയാൻ പറ്റും. എന്നിട്ട് ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കരവ്യോമ നാവികസേന സംയുക്തമായിട്ട് ഇനി പല ഓപ്പറേഷൻ നടത്തും. കാരണം സംഘർഷം ഇനി ഒരു മേഖലയിൽ നിന്നല്ല, പല മേഖലകളിലും. അതാണ് ആധുനിക കാലത്തിന്റെ പ്രത്യേകത. അത്തരം മേഖലകളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല നമ്മൾ മിസൈൽ ഉപയോഗിച്ച് ഇതിനെ തകർക്കുമെന്ന് കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആധുനിക റഡാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഷിപ്പ് നമ്മൾ ഇറക്കുന്നു. INS മാഹി എന്ന് പറയുന്ന ഒരു ഷിപ്പല്ല, അത് ഒരു 8 കപ്പലുകൾ അടങ്ങുന്ന വ്യൂഹത്തിലെ ആദ്യത്തെ കപ്പലാണ്. ഒപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന കൊൽക്കത്തയിൽ നിന്ന് നേരത്തെ ഇത്ര ഒരു കപ്പൽ എടുത്തിട്ടുണ്ട്, അർണാല ക്ലാസ്സിൽപ്പെട്ട അന്തർവാഹിനി. അർണാല ക്ലാസ്സിൽ 2 അന്തർവാഹിനി ഓൾറെഡി നമ്മുടെ സമുദ്രത്തിലുണ്ട്. ഇത് കൂടാതെയാണ് ഇപ്പോൾ INS മാഹി വരുന്നത്. അപ്പോൾ INS മാഹി എന്ന പേരിടുമ്പോൾ തന്നെ കേരളക്കാർക്ക് ഒരു അഭിമാനമാണ്. ഒപ്പം ഇത്തരത്തിലൊരു വാർഷിപ്പ് ഇറങ്ങിയിട്ട് ഏത് ശത്രുക്കളുടെ രാജ്യത്തെ, ഇപ്പം എന്താ പറഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചൈന ഹങ്കൂർ ക്ലാസ്സിൽപ്പെട്ട കുറച്ച് അന്തർവാഹിനികൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അന്തർവാഹിനികൾ വരുമ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ INS മാഹിയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ല, പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ഹങ്കൂർ ചൈന കൊടുക്കുന്നത്. കാരണം ഇത് ഇപ്പോഴത്തെ അല്ല, പണ്ടേ ഉള്ള കരാറാണ്. ഒരു കരാറുണ്ടാക്കി ഇത്രയും വർഷം കഴിഞ്ഞിട്ടായിരിക്കും കപ്പൽ ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ അന്തർവാഹിനി ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ ഏത് തരത്തിലുള്ള അന്തർവാഹിനിയുടെ ആക്രമണത്തെ നേരിടാൻ വേണ്ടി ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 80% തദ്ദേശീയമായ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തിയാണ് നമ്മളിത് നിർമ്മിച്ചത്. എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാതെ പൂർണ്ണമായിട്ടും തദ്ദേശീയവൽക്കരിക്കുക. അങ്ങനെയാണ് സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നീ ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് വന്നാൽ എല്ലാ പിന്തുണയും നൽകും. അതും പ്രതിരോധ മേഖലയിൽ ഡ്രോൺ നിർമ്മാണം മുതൽ അന്തർവാഹിനിയെ പ്രതിരോധിക്കുന്ന ഈ സബ്മറൈനുകളൊക്കെ പ്രതിരോധിക്കുന്ന യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ വരെ സഹായിക്കും. ഇത് രാജ്യം കൊടുക്കുന്ന വലിയൊരു മാതൃകയാണ്. അല്ലെങ്കിൽ അവർക്ക് യൂത്തിന് ഒരു വലിയൊരു പ്രോത്സാഹനമല്ലേ. ജനങ്ങൾ എന്തിനാണ് രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നത്, ഇവിടെ വേണ്ടത്ര തൊഴിലവസരങ്ങളില്ലാന്ന്. ഇങ്ങനെയല്ല, നിനക്ക് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഞങ്ങൾ തരികയാണ്. പക്ഷേ അതിൻ്റെ ഒരു മേൽനോട്ടം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഡ്രോൺ നിർമ്മിക്കണോ? ചെറിയ രീതിയിലുള്ള ഡ്രോൺ പോരാ, ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഡ്രോൺ നിർമ്മിക്കുക, ഇനി അന്തർവാഹിനി നിർമ്മിക്കുക, വിമാനം നിർമ്മിക്കുക, പാർട്സ് നിർമ്മിക്കുക. ഇപ്പോഴും ഒരു യുദ്ധവിമാനത്തിൽ നമുക്കൊരു എഞ്ചിൻ നിർമ്മിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിമിതി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ മാർഗ്ഗനിർദ്ദേശമാണ് ഇപ്പോൾ മാഷ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മലയാളത്തിലെ പത്രങ്ങൾ പോലും ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഇത് നടത്തിയെന്ന് വാർത്ത വരുന്നില്ലല്ലോ. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. നമ്മുടെ എക്കോസിസ്റ്റം പത്രങ്ങളുടെ അങ്ങനെയാണ്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാത്രമേ അവർ പറഞ്ഞിരുന്നുള്ളൂ. പണ്ടൊന്നും ഈ സ്വകാര്യ മേഖലകളുടെ പേര് പോലും പറയാൻ പഠിച്ചിരുന്നു. അങ്ങനെ ഒരു കാലമാണ്. അതുപോലെയാണല്ലോ ഇപ്പോൾ ആശുപത്രിയുടെ പേര് പറയില്ല, ഏതോ ഒരു സ്വകാര്യ ആശുപത്രി. ഇതൊക്കെ നമ്മുടെ ലിബറലൈസേഷൻ്റെ കാലത്ത് ഇതൊക്കെ വാർത്തയിൽ പേര് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വന്ന് ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയും. ഉപേന്ദ്ര ദ്വിവേദി ഈ കപ്പൽ നീറ്റിലിറക്കിക്കൊണ്ട് നടത്തിയൊരു പ്രഭാഷണമുണ്ട്. നല്ല എനർജിയോട് കൂടിയ ഒരു പ്രഭാഷണം. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യയുടെ വിജയത്തിന് പ്രധാന കാരണം നമ്മുടെ സിനർജിയാണ്. ഈ സിനർജി എന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ എയർഫോഴ്സ്, അതുപോലെ ആർമി, നേവി. ആ റോള് കണ്ടിട്ടില്ല. നേവിയുടെ ഒരു റോളുണ്ടായിരുന്നു. അത് സിനർജിയോട് കൂടി മൂന്നിൻ്റെയും കൂടി എനർജി ഒന്ന് ചേർന്ന് ഒരു സഞ്ചിത ഊർജ്ജമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞത് പാകിസ്ഥാനി എന്നാണ്. എന്ന് പറഞ്ഞാൽ കറാച്ചിയുടെ സമീപത്ത് നമ്മുടെ നേവിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആവശ്യം വന്നാൽ എപ്പോൾ വേണമെങ്കിലും സപ്പോർട്ട് നമ്മുടെ എയർഫോഴ്സിനോ നമ്മുടെ ആർമിക്കോ നൽകാനുള്ള സിസ്റ്റവുമായിട്ട് ഈ നേവി സദാ ജാഗരൂകമായിരുന്നു അവിടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു സൂചന. പക്ഷേ ഈ ഇത്തരത്തിലുള്ള യുവാക്കൾ വരിക എന്ന് പറയുന്നത് വലിയ മാതൃകയല്ലേ? കേരളത്തിൽ നിന്ന് തന്നെ ഇത്തരം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് കൂടുതൽ ഉണർവേകില്ലേ? അതെ, തീർച്ചയായിട്ടും. ഇതിലെ യഥാർത്ഥ വാർത്ത അതാണ്. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മളെ മലയാള പത്രങ്ങൾ ആ വാർത്തയിലെ യഥാർത്ഥ വാർത്തയുടെ മർമ്മത്തിലേക്ക് എത്തിയില്ല നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഒരു വായനക്കാരൻ്റെ ഒരു പരാതി അതിനകത്തുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ രാജ്യരക്ഷ ആരുടെ ഉത്തരവാദിത്തമാണ്?
രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പട്ടാളത്തിൽ പണിയെടുക്കുന്ന, പട്ടാളത്തിൽ റിക്രൂട്ട്മെന്റ് കിട്ടിപ്പോയ ആളുകൾ, അതുപോലെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി ഡിഫൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാത്രം പണിയാണോ രാജ്യരക്ഷ? അല്ലെങ്കിൽ അവർക്ക് മാത്രമാണോ രാജ്യത്തെ രക്ഷിക്കാനാവുക? പുറത്ത് രാജ്യസ്നേഹികളായ പൗരന്മാർക്ക് ഏതെല്ലാം മേഖലയിൽ ഇന്ത്യൻ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും, ഇന്ത്യൻ പട്ടാളത്തെ സഹായിക്കാൻ പറ്റും? അതിൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. പണ്ടുണ്ടായിരുന്ന അങ്ങനെയല്ല. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി കിട്ടിയവൻ മാത്രമേ ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ പട്ടാളത്തിലെ ഏതെങ്കിലും ഒരു സേനയിൽ ജോലി ചെയ്യുന്നവൻ്റെ മാത്രം പണിയാണ്. ഇപ്പം അങ്ങനെയല്ല. രാജ്യത്തെ രക്ഷിക്കാൻ ഭാവനാപൂർണമായി ബുദ്ധിപൂർവ്വം എന്തൊക്കെ വികസിപ്പിച്ചെടുക്കാമോ? അതാണിപ്പോൾ സിനുജി നേരത്തെ പറഞ്ഞല്ലോ, മോദിയുടെ വിഖ്യാതമായ പ്രഖ്യാപനമാണത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഡ്രോൺ നിർമ്മിച്ചുകൂടാ? ഒരു പ്രോഡക്റ്റ് ഉണ്ടായാൽ അതിന്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്താ? എവിടെ മാർക്കറ്റ് ചെയ്യും? ഞങ്ങൾ വാങ്ങും. ആര്? രാജ്യം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ പുറത്താർക്കും കൊടുക്കണ്ട, നമ്മുടെ സേന വാങ്ങിക്കും. നിങ്ങൾ ഉണ്ടാക്ക്, ക്വാളിറ്റി ഉള്ളതായിരിക്കണം, കോമ്പീറ്റന്റ് ആയിരിക്കണം, പവർഫുൾ ആയിരിക്കണം, നിങ്ങൾ നിർമ്മിക്കുക. പണം പ്രശ്നമല്ല. ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ വേറെ ഏത് പൊതുമേഖലാ കമ്പനിയോട് കരാറെടുത്താലും, PWയുടെ കരാറെടുത്താലും എന്താ കരാറുകാർക്ക് മടി? ബില്ല് കിട്ടൂല. ഒന്ന് കോഴ കൊടുക്കണം, 2 ബില്ല് കിട്ടൂല. രണ്ടും പ്രശ്നമാണ്. രണ്ടും ഇതൊരു അഴിമതിരഹിതമാണ്. ഡിഫൻസിൽ നിന്ന് കരാറെടുത്താൽ 1 നയാ പൈസ ഇടത്തട്ടാർക്കും കൊടുക്കണ്ട. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? സർപ്ലസ് ഫണ്ടാണ് എപ്പോഴും. നിങ്ങൾ പണി തീർത്തു കൊടുത്താൽ ഒരു ദിവസം തെറ്റാതെ പൈസ കിട്ടും. അപ്പോൾ അതുകൊണ്ടെന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനികൾ പ്രത്യേകിച്ച് ഡിഫൻസ് രംഗത്ത് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ സാധ്യതകൾ തുറന്നു വെക്കുന്നു എന്നുകൂടിയാണ് INS മാഹി നമ്മളോട് പറയുന്നത്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ നമ്മൾ പ്രതിരോധ വിദഗ്ധരൊന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടി പറയാം. ഇവർ നേരിട്ട ഒരു വെല്ലുവിളി, ഈ കമ്പനിയുടെ CEO എന്ന് പറയുന്ന ആൻ്റണി പ്രിൻസ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതായത് നേവിയിൽ നിന്ന് എപ്പോഴും അവരുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു. ഇത് ഒന്നാമത് ഒരു വലിയ വെല്ലുവിളി. ഇത് വളരെ കോമ്പാക്റ്റ് ആയിരിക്കണം, അതായത് ചെറുതായിരിക്കണം. കാരണം ഷാലോ വാട്ടേഴ്സിലേ പോകുന്നുള്ളൂ. അതുകൊണ്ട് വളരെയധികം ചെറുതായിരിക്കണം. അതേസമയം ആവശ്യമുള്ള സെൻസേഴ്സ് മുഴുവൻ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ് മുഴുവൻ അതിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ ഇതിന് ആവശ്യമുള്ള യുദ്ധോപകരണങ്ങൾ ക്യാരി ചെയ്യാനുള്ള സ്ഥലവും ഉണ്ടാവണം. വലിയ വെല്ലുവിളി. കുറഞ്ഞ സ്ഥലത്തിൽ മാക്സിമം യുദ്ധോപകരണങ്ങളും അതുപോലെ തന്നെ സെൻസേഴ്സും ക്യാരി ചെയ്യുക എന്നുള്ള ഡിസൈൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഡിസൈൻ നോക്കും. സൂപ്പർവിഷനിൽ ഇത് പോരാ, ഇത് കുറച്ചുകൂടെ ഇങ്ങനെയാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വരും. അതനുസരിച്ച് മാറ്റിയാവുന്ന അവസാനം ഇത് അവർ അംഗീകരിച്ചു. എവിടെയോ ഞാൻ വായിച്ചത് ഒരു വലിയ തിമിംഗലത്തിന്റെ വലിപ്പം ഇതിനുള്ളൂ എന്നാണ്. ഇതൊരു ഭീകരനായ തിമിംഗലമാണ്. രാജ്യത്തെ രക്ഷിക്കാൻ 75 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. 1100 ടൺ ഭാരമാണ്. ഭാരവും കുറയ്ക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ താഴേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 3 മീറ്റർ അടിത്തട്ട് വരെ എത്താൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് തീരത്തോട് ചേർന്ന് ഒരു പട്രോളിംഗ് നടത്തണം. ഒപ്പം തന്നെ ആ മേഖലയിലേക്ക് ആക്രമണം വന്നാൽ അത് വലിയ കപ്പലുകൾക്ക് ഈ തീരത്തോട് അടുക്കാൻ പറ്റില്ല. അവിടെയാണ് ഇതിന്റെ ഒരു ഉപയോഗം. ഇത്തരത്തിലുള്ള ഭാവനാ സമ്പന്നതയാണ് ഇന്ത്യൻ ആർമി പിന്തുണയ്ക്കുന്നത്, ആത്മനിർഭർ ഭാരത് പിന്തുണയ്ക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും, പ്രത്യേകിച്ച് യൂത്തിന് നാട് വിട്ടുപോയി. ഇപ്പൊ അമേരിക്കയിൽ നിന്നൊക്കെ H-1B വിസയൊക്കെ നിരസിക്കപ്പെട്ട് ഇവിടെ കഷ്ടപ്പെടുമെന്നൊക്കെ ആശങ്കപ്പെടുന്ന ഇന്ത്യൻ യൂത്തിനുണ്ടല്ലോ, അവർക്ക് വലിയ പ്രതീക്ഷയാണ്. പണ്ട് നമുക്ക് ഒരു മിസൈൽമാനേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി നമുക്ക് ലക്ഷക്കണക്കിന് മിസൈൽമാന്മാരെ ഉണ്ടാക്കിയെടുക്കാം, ഡിസൈനേഴ്സ് ഇഷ്ടം പോലെ. ഇപ്പോൾ അതുപോലെയാണ്. പണ്ട് ഒരു കപ്പൽ നിർമ്മാണശാലയെ ഉണ്ടായിരുന്നുള്ളൂ, ഇനി ഒരു പക്ഷേ രാജ്യത്ത് 100 കണക്കിന് കപ്പൽ നിർമ്മാണശാലകൾ ഉണ്ടാവും. വിദേശ രാജ്യത്തെ കരാർ എപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യൻ ഡിഫൻസും ആ കരാറുകൾ ഏറ്റെടുക്കും. വലിയ സൗഭാഗ്യത്തിൻ്റെ ഒരു അടയാളവും കൂടിയാണ് ഈ വാർത്ത. തീർച്ചയായിട്ടും സന്തോഷകരമായ ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരോട് പങ്കിടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.